ഇപ്പോൾ പ്ലസ് വൺ പ്രവേശനവുമായി ബന്ധപ്പെട്ട് KSUവിൻ്റെ പ്രതിഷേധം നടക്കുന്നുണ്ട്. പ്രതിഷേധിക്കുന്ന KSU പ്രവർത്തകരെ പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കാൻ ശ്രമിക്കുകയാണ്. ആ ദൃശ്യങ്ങളിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. ഹയർ സെക്കൻഡറി റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസിന് മുന്നിലാണ് കോഴിക്കോട് KSUവിൻ്റെ പ്രതിഷേധം ഉണ്ടായത്. പ്രവർത്തകരെ പോലീസ് ഓഫീസിനുള്ളിലേക്ക് കയറ്റി വിട്ടില്ല. അവർ പ്രതിഷേധിച്ചു. ഇപ്പോൾ അവരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. മിഥില ബാലൻ വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. മിഥില, എന്താണ് KSU പ്രവർത്തകരുടെ ആവശ്യം? മിഥില, RDD റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടറെ കാണണമെന്നാവശ്യപ്പെട്ടാണ് KSU പ്രവർത്തകർ ഇങ്ങോട്ട് എത്തിയത്. എന്നാൽ KSU പ്രവർത്തകർ എത്തുന്നതിന് മുൻപ് തന്നെ ഗേറ്റ് അടച്ച് പോലീസ് ആ റൂമിലേക്ക് പോകാനുള്ള സമയം ഇവർക്ക് നൽകിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ KSU ജില്ലാ പ്രസിഡന്റ് സൂരജിന്റെ വാക്കുകളിലേക്ക് പോകാം. 31,000 മെറിറ്റ് സീറ്റുകൾ മാത്രമേ കോഴിക്കോട് ജില്ലയിലുള്ളൂ. ഇത് ആദ്യഘട്ടത്തിൽ തന്നെ KSU സൂചിപ്പിച്ചു. എന്നിട്ട് സീറ്റ് വർധനവ് നടത്താതെ, ബാച്ച് വർധനവ് നടത്താതെ ഒരു ക്ലാസ്സിൽ 60ഉം 65ഉം കുട്ടികൾ തിങ്ങി നിറഞ്ഞു പഠിച്ചോട്ടെ എന്ന് പറയുന്ന സർക്കാരിന്റെ ഈ നിലപാടിനെതിരെ ഞങ്ങൾ ശക്തമായി പ്രതിഷേധിക്കും. മലബാറിലെ കുട്ടികൾ, മലബാർ ജില്ലകളിലെ കോഴിക്കോട് ഉൾപ്പെടെ മലബാർ ജില്ലകളിലെ വിദ്യാർത്ഥികൾ തെരുവിലാണ് പ്ലസ് 1 ക്ലാസ് തുടങ്ങുമ്പോൾ നിൽക്കേണ്ടതെന്ന് സർക്കാർ പറയുകയാണെങ്കിൽ ഇതിനെ ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല. മലബാറിലെ കുട്ടികളെ തെരുവിലാക്കുന്ന ഏത് നടപടിയോടും KSU തെരുവിലിറങ്ങി പ്രതിഷേധിക്കും. ഇവിടെ വന്നു നോക്കുമ്പോൾ RDD ഇല്ല, വിദ്യാഭ്യാസ മന്ത്രിക്ക് മറുപടിയില്ല. ഇത് എവിടുത്തെ ന്യായമാണ്, എവിടുത്തെ നിയമമാണ്? 16,000-ഓളം കുട്ടികൾ പുറത്തു നിൽക്കുമ്പോൾ, ജില്ലയിലെ വിദ്യാർത്ഥി സംഘടനകൾക്ക് KSU പ്രതിഷേധം നടത്തുമ്പോൾ RDD ഓഫീസ് അടച്ചിടുകയാണ്. പോലീസ് അതിന് സംരക്ഷണം കൊടുക്കുകയാണ്. ഞങ്ങൾ ഈ സമരം അവസാനിപ്പിക്കില്ല. ഇവിടെ വന്നിട്ടില്ല എങ്കിൽ തുറക്കാൻ KSU സമ്മതിക്കില്ല. KSU ഇത് പൂട്ടിയിടും. ശക്തമായ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുക്കും. 16,000-ഓളം വിദ്യാർത്ഥികൾ പുറത്തു നിൽക്കെ ഈ RDD ഓഫീസ് തുറക്കാൻ KSU സമ്മതിക്കില്ല. ഇത് KSU ശക്തമായ ഉന്മേഷ്, ഇത് തന്നെയാണ് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് പോകുന്നു. ഇവരെ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. ഇപ്പോൾ നിലവിൽ 20 സീറ്റുകൾ മാത്രമാണ് ഇവിടെ ഒഴിവ് വന്നിട്ടുള്ളത്. ഒരുപാട് കുട്ടികൾ പുറത്തു നിൽക്കുന്നു. അതുതന്നെയാണ് KSUവിൻ്റെ ഇത്തരമൊരു പ്രതിഷേധത്തിന് കാരണം. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് KSU ജില്ലാ പ്രസിഡന്റ് സൂരജ് ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. പ്രവർത്തകരെ പോലീസ് ഇവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് നീക്കുന്നുണ്ട്. നിലവിൽ 48,238 അപേക്ഷകരാണ് കോഴിക്കോട് ജില്ലയിൽ ഉണ്ടായിരുന്നത്. ഇതിൽ 16,889 കുട്ടികൾക്ക് ഇതുവരെ പ്രവേശനം ലഭിച്ചിട്ടില്ല. ആകെ ഇപ്പോൾ ഒഴിവുള്ള സീറ്റുകൾ 20 മാത്രമാണ്. ഇത്രയും കുട്ടികൾ, അതായത് 16,889 കുട്ടികൾക്ക് പ്രവേശനം ലഭിച്ചിട്ടില്ല. അതാണ് ഇത്തരമൊരു പ്രതിഷേധത്തിന് കാരണം. 10 മണിയോടെയാണ് KSU പ്രവർത്തകർ RDDയെ കാണണം എന്ന ആവശ്യവുമായി ഇങ്ങോട്ടെത്തിയത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിനു മുൻപേ തന്നെ പോലീസ് എത്തി ഇവിടെ തടഞ്ഞിട്ടുണ്ടായിരുന്നു. ഉന്മേഷ്, വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ കോഴിക്കോട് നടക്കുന്നത്. അവിടെ റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസിലേക്ക് പ്ലസ് 1 സീറ്റ് പ്രതിസന്ധി എന്ന വിഷയം ഉയർത്തിക്കൊണ്ടാണ് KSUവിൻ്റെ പ്രതിഷേധം ഇപ്പോൾ തുടരുന്നത്.